നമസ്കാരം. കാൺപൂരിൽ നിർമ്മിച്ച മീഡിയം മെഷീൻ ഗണ്ണുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനൊരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന വിവരം. ഒറ്റ മിനിറ്റിൽ 1000 റൗണ്ടുകൾ വെടിയുതിർക്കാൻ സാധിക്കുന്ന മെഷീൻ ഗണ്ണുകളാണിത്. യുപിയിലെ കാൺപൂരിലുള്ള സ്മോൾ ആംസ് ഫാക്ടറി അഥവാ SAF ആണിവ നിർമ്മിച്ചത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള നിർമ്മാണ യൂണിറ്റാണിത്. അടുത്ത 3 വർഷത്തിനകം 2000 MMGകൾ കയറ്റുമതി ചെയ്യാനുള്ള കരാറിലാണ് കമ്പനി ഒപ്പുവച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന മെഗാ കരാറാണിതെന്ന് പറയാം. യൂറോപ്യൻ ആയുധ വിപണിയിൽ ചുവടുറപ്പിക്കാൻ ഇന്ത്യക്ക് അവസരം ഒരുക്കുന്നതാണ് ഈ കരാർ. കഴിഞ്ഞ ഡിസംബറിലാണ് യൂറോപ്യൻ കമ്പനികളിൽ നിന്ന് ഇത് ലഭിച്ചത്. കരാർ പ്രകാരം ഉപഭോക്താവ് ആവശ്യപ്പെട്ട പരിഷ്കരണങ്ങൾ തോക്കുകളിൽ നിലവിൽ വരുത്തിയിട്ടുണ്ട്. കരാർ ഒപ്പിട്ട രാജ്യത്തിന്റെയോ കമ്പനിയുടെയോ പേര് വെളിപ്പെടുത്താത്തത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണെന്നും SAF ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കമ്പനി നിർമ്മിച്ച മെഷീൻ ഗണ്ണുകൾക്ക് അനവധി സവിശേഷതകളാണുള്ളത്. വാഹനങ്ങൾ, ടാങ്കുകൾ, എയർക്രാഫ്റ്റുകൾ, ബോട്ടുകൾ, കപ്പലുകൾ എന്നിവയിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന മെഷീൻ ഗൺ ആയതിനാലാണ് യൂറോപ്പിൽ നിന്ന് ഓർഡറുകൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 11 കിലോ തൂക്കമാണ് ഈ ഗണ്ണിനുള്ളത്. ട്രൈപോഡ് മൗണ്ടിൽ വെച്ച് വെടിയുതിർക്കാം. പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആണിത്. വേണമെങ്കിൽ ബൈപോഡിൽ വെച്ചും ഈ മെഷീൻ ഗൺ ഉപയോഗിക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ തോളിൽ വെച്ചും അരയിൽ വെച്ചും എല്ലാം ഇതിന് വെടിയുതിർക്കാൻ കഴിയും. ഇന്ത്യയുടെ പ്രതിരോധ മേഖല വൻ കുതിപ്പിലാണുള്ളതെന്ന് പറയാം. കയറ്റുമതിയിൽ 30 ഇരട്ടിയുടെ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. 90-ലേറെ രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ആയുധങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 78% വർധനവ് നേടാനും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചിട്ടുണ്ട്. 2025 ആകുമ്പോഴേക്കും 1.75 ലക്ഷം കോടി വിൽപ്പന നേടുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ നടന്നു നീങ്ങുന്നത്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ $250 കോടി കയറ്റുമതിയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഉണ്ടായത്. ഏതാണ്ട് 100ഓളം ഇന്ത്യൻ കമ്പനികൾ വിവിധ പ്രതിരോധ ആയുധങ്ങളും ഉപകരണങ്ങളും ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഡോർണിയർ U-20 വിമാനങ്ങൾ, എയർക്രാഫ്റ്റുകൾ, ആർട്ട് ഗാലറി ഗണ്ണുകൾ, ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയവ ഇന്ത്യ ധാരാളം കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തിൽ $170 കോടി ആയിരുന്നു കയറ്റുമതിയെങ്കിൽ 2022-23 അത് $200 കോടി ഉയർന്നു. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.